ഹലോ മക്കളെ, അപ്പോൾ നിങ്ങളെല്ലാവരും +2 ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അത് സ്റ്റേറ്റ് സിലബസ് ആയിക്കോട്ടെ, CBSE സിലബസ് ആയിക്കോട്ടെ, എല്ലാവർക്കും മാർച്ചിലോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, ബോർഡ് എക്സാമുകളൊക്കെ നടക്കാൻ പോവുകയാണ്. സോ ഈ ബോർഡ് എക്സാമിനൊക്കെ ശേഷം നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലേ? ഇതിൽ കുറച്ച് ആൾക്കാർ എഞ്ചിനീയറിങ്ങിന് പോകാനും അല്ലെങ്കിൽ ഫാർമസി റിലേറ്റഡ് കോഴ്സുകൾക്ക് പോകാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടാകും അല്ലേ. സോ നമ്പർ 1 എഞ്ചിനീയറിംഗ് കോളേജിലും ഫാർമസി കോളേജുകളിലും നിങ്ങൾക്ക് പഠിക്കാൻ, അതും നമ്മുടെ കേരളത്തിൽ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയിരിക്കേണ്ട ഒരു അടിപൊളി എൻട്രൻസ് എക്സാമിനേഷൻ ആണ് നമ്മുടെ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ വന്ന കീം എക്സാം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബോർഡ് എക്സാം മാർച്ചിലാണ്. അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ കീമിൻ്റെ ഡേറ്റ്സുകൾ ഏകദേശം വന്നിരിക്കുന്നത് April 15 മുതൽ 21 വരെ നടക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം മാർച്ചിലെ ബോർഡ് എക്സാമിന് ശേഷം നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഈ ഒരു April 15 എന്ന് പറയുന്ന ഒരു ഡേറ്റിലേക്ക് ഉള്ളത്. അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് കീം എക്സാമിന് വേണ്ടിയിട്ട് എൻ്റയർ സിലബസ് എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളെല്ലാം പഠിച്ച് നല്ലൊരു റാങ്കിലേക്ക് എത്തണം അല്ലേ. ചുമ്മാ കുറച്ച് മാർക്ക് മാത്രം വാങ്ങിച്ചാൽ പോരാ നമുക്ക് ഈ എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ ഉദ്ദേശിക്കുന്ന കോളേജിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള കോളേജിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അഡ്മിഷനും കിട്ടണം അല്ലേ. ഇങ്ങനെ അഡ്മിഷൻ കിട്ടിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കരിയർ നമുക്ക് സെറ്റാക്കാനും പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രിപ്പറേഷൻ ബോർഡ് എക്സാമിന് ശേഷം മാത്രം മതിയോ? അല്ല, ഇതിന് മുന്നേ തന്നെ നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങണം. അപ്പോൾ എപ്പോഴാണ് പ്രിപ്പറേഷൻ തുടങ്ങേണ്ടത്? ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് സൈലത്തിൻ്റെ കീം XPL ബാച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ XPL കീം ബാച്ചിലേക്ക് അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 മാസം കൊണ്ട് നമ്മുടെ XPL ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കീമിന് എങ്ങനെ റാങ്ക് വാങ്ങിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ XPL ബാച്ചിൻ്റെ സ്പെഷ്യാലിറ്റീസ് നമുക്കൊന്ന് കാണാം. സോ അപ്പോൾ നമ്മുടെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് സിലബസ് കംപ്ലീഷൻ ആണ്. അപ്പോൾ നമ്മൾ ഈ 2 മാസം കൊണ്ട് തന്നെ നമ്മുടെ +1ൻ്റെ +2ൻ്റെ എൻ്റയർ സിലബസ് 3 സബ്ജക്റ്റിൽ നിന്നും, നമുക്കറിയാം ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഈ 3 സബ്ജക്റ്റുകളാണ് നമ്മുടെ എക്സാമിന് വേണ്ടിയുള്ളത്. അപ്പോൾ എൻ്റയർ സിലബസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ 2 മാസം കൊണ്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കവർ ചെയ്ത് തരുന്നതാണ്. തിയറിയും പഠിപ്പിക്കും, അതേപോലെ തന്നെ നമുക്ക് PYQs ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ക്ലാസ്സിൽ തന്നെ നമ്മൾ സോൾവ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത് വരുന്ന നമ്മുടെ ക്ലാസ്സുകളുടെ ഡ്യൂറേഷൻ 2 to 3 hours വരുന്ന ഡ്യൂറേഷനാണ് നമ്മുടെ എല്ലാ ക്ലാസ്സുകൾക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്ക് ഒരു ദിവസം ഒരുപാട് ക്ലാസ്സുകളുണ്ടോ? ഇല്ല, നിങ്ങളുടെ സ്കൂളിലെ ക്ലാസ്സുകളെ മാനേജ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മുടെ ടൈം ടേബിളുകളിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഒരു ദിവസം നിങ്ങൾക്ക് ഒരു ക്ലാസ്സുകൾ മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും വലിയൊരു ഫീച്ചറാണ്. അതായത് നമുക്കറിയാം ബോർഡ് എക്സാം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിന് മാത്രമല്ല പഠിക്കുന്നത്, ബോർഡ് എക്സാം നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്കോർ ലഭിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബാച്ചിലൂടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ലഭിക്കുന്നതാണ്. അത് മാത്രമല്ല, നമ്മളുടെ ഈ ക്രാഷ് കോഴ്സിന് ശേഷം കീം എക്സാമിനോട് അനുബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എൻഡ് ഗെയിം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ബാച്ചിന് നിങ്ങൾക്ക് ഫ്രീ ആക്സസ് ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ നമുക്കറിയാം ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എക്സാം, അതായത് കേരളത്തിലെ എല്ലാ കുട്ടികളും അറ്റൻഡ് ചെയ്യുന്ന ഒരു എക്സാമാണ് GIB എന്ന് പറയുന്നത്. അപ്പോൾ കീമിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാറ്റേണിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, CBT മോഡിൽ തന്നെ നിങ്ങൾക്ക് കീം എക്സാം എഴുതി ശീലിക്കാനായിട്ട് പറ്റുകയും ചെയ്യും. സോ അത് നമ്മുടെ റിയൽ ആയിട്ട് നമ്മൾ എഴുതാൻ പോകുന്ന എക്സാമിന് മുന്നോടിയായിട്ട് നമുക്കൊരു വലിയൊരു അസറ്റ് തന്നെയായിരിക്കും ഈ GIB എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ GIB എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ ഫ്രീ ആയിട്ട് എഴുതാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് 2 മാസം അടിപൊളി ഈ ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ 2 മാസം അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്താൽ, നമ്മളോടൊപ്പം തന്നെ നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കീം എക്സാമിന് നല്ലൊരു റാങ്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. സോ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് ഏർലി ബേർഡ് ഓഫർ പ്രകാരം കോഴ്സ് ഫീയുടെ 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. സോ അപ്പോൾ എല്ലാവരും ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യുക. നമുക്ക് ഒന്നിച്ച് കീമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്.